ഹലോ, എല്ലാവർക്കും മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നറിയാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നമ്മൾ പോകുന്നത് മറ്റെവിടെയല്ല, നമ്മൾ വാഗമണ്ണാണ് പോകുന്നത്. നമ്മൾ കോട്ടയം ഭാഗത്തു നിന്നാണ് വരുന്നത്. നമുക്ക് അധികം ദൂരമില്ല, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ ആദ്യം നിർത്തിയത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല. പക്ഷേ ആ സൈഡിൽ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു. നല്ല രസമില്ലേ? അങ്ങനെ കുറേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങി. വാഗമണ്ണിൽ നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ പിന്നെ ഇവിടെ കാണാനുള്ളത് മൊട്ടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയം നല്ല വെയിലായതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. നമ്മളത് നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിലത് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ ഫോട്ടോ. അവിടെ വെച്ച് നമുക്ക് ഫോട്ടോ അവരെടുത്ത് തരും. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് വലിയ ആൾക്കാർക്ക് 30 രൂപയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപയാണ് വരുന്നത്. പിന്നെ ക്യാമറ അങ്ങനത്തെ ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് അവർ എക്സ്ട്രാ എന്തോ ചെറിയൊരു പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതായിരുന്നു. നമ്മളിവിടെ ഒരുപാട് സമയം ഇവിടെ കളഞ്ഞില്ല. നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോകാനുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒത്തിരി സമയമൊന്നും ഇവിടെ നിന്നില്ല. നമ്മളിവിടെയൊക്കെ ജസ്റ്റ് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പോന്നു. ഇവിടെ ഒരുപാട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ ടൂറ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇതെല്ലാം ഒരു അരമണിക്കൂർ ഇവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നു. ഇവിടെ നല്ല രസമായിരുന്നു. ഇവിടെ ഒരു വൈകുന്നേരം നമ്മളിവിടെ കയറിയപ്പോഴേക്കും ഒരു 4 മണി സമയമായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു, ചൂടൊന്നുമില്ല, നല്ല തണുത്ത കാറ്റ്. നമുക്ക് കോട്ടയത്തു നിന്നൊക്കെ പോകുമ്പോൾ ഇവിടെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അത്യാവശ്യം തണുപ്പ് ചൂടിനൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥ. ഇവിടെ കുറേ റൈഡുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് സ്കൈ സൈക്ലിംഗ് ആയിരുന്നു. അതുകൂടാതെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, സ്കൈ റോളറുണ്ട്, ജോയിൻ്റ് സ്വിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഫേമസ് ആണ്. ഗ്ലാസ് ബ്രിഡ്ജിന് 250 രൂപയാണ് വരുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണ്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ആദ്യം കണ്ട ഈ സ്കൈ സൈക്ലിങ്ങിന് 350 രൂപയാണ് വരുന്നത്. നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഇത് രണ്ടുമാണ് കണ്ടത്. ബാക്കിയൊന്നും ഇവിടെ ആയിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിൽ പോയിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം. ഈ കാണുന്ന അത്രയും ഏരിയ ഇതെല്ലാവർക്കും അറിയായിരിക്കും. വാഗമൺ വരുന്ന എല്ലാവരും തന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാതെ പോയിട്ടുള്ള ആരും തന്നെ ഉണ്ടാകത്തില്ല. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാവരും വരുമ്പോൾ ഇത് മിസ് ചെയ്യരുത്. ഇതിലെല്ലാം എന്തായാലും കയറുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് ഇതിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ കുറേ സമയം നമ്മൾ ചിലവഴിച്ചു. ഒരു 1-2 മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ ഈ അഡ്വഞ്ചർ പാർക്കിൽ തന്നെ ചിലവഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ താഴെ നിന്ന് കയറുന്ന വഴിക്ക് അവിടെ ഒരു ഫ്ലവർ ഷോ പോലെ അവിടെയുണ്ട്. അവിടെ വാട്ടർ ഫൗണ്ടനും എല്ലാം ഉണ്ട്. ഇത് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വൈകുന്നേരം സമയമായതുകൊണ്ട് ആരും ഇറങ്ങി കണ്ടില്ല. പക്ഷേ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങൾക്കും എല്ലാത്തിനുമുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം
കണ്ടിറങ്ങിയതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതും കൂടെ കണ്ടിട്ട് ഞങ്ങളിതേ അവിടെ മല ഇറങ്ങി താഴോട്ട് പോവുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.